ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 6th മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ്. ഫോർജിങ് എന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം ഫോർജിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഫോർജിങ് മേ ബി ഡിഫൈൻഡ് ആസ് മെറ്റൽ വർക്കിംഗ് പ്രോസസ് ബൈ വിച്ച് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആർ പ്ലാസ്റ്റിക്കലി ഡിഫോംഡ് ടു ഡിസൈഡ് ഷേപ്പ് ബൈ ദി അപ്ലിക്കേഷൻ ഓഫ് കംപ്രസീവ് ഫോഴ്സ്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളെ റോ മെറ്റീരിയൽ എങ്ങനെ ഫൈനൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ആദ്യം ആ റോ മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു? കംപ്രസീവ് ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യുന്നു. ഹാമേഴ്സ് പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്തിട്ട് അതിനെ ഫൈനൽ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഫോർജിങ് ഓപ്പറേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഫോർജിങ് ഹോട്ട് ഫോർജിങ്ങും ഉണ്ട്, കോൾഡ് ഫോർജിങ്ങും ഉണ്ട്. മെറ്റൽ എബോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് ഫോർജിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നെങ്കിൽ അതിനെ ഹോട്ട് ഫോർജിങ് എന്ന് പറയും. ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറാണ് ചെയ്യുന്നെങ്കിൽ അതിനെ കോൾഡ് ഫോർജിങ് എന്ന് പറയും. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എ ഫോർജ്ഡ് പ്രൊഡക്റ്റ് ഓൾവേസ് ഹാസ് ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ദാൻ കാസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, ഈ ഫോർജിങ് അല്ലെങ്കിൽ ആ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്രെയിൻ സ്ട്രക്ചറിനൊക്കെ റീഫൈൻമെൻറ്റ് നടക്കും. അതേമാതിരി കാസ്റ്റിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഡിഫക്ട്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഫോർജ്ഡ് പ്രൊഡക്റ്റിന് ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത പറയുന്നത് ഈ ഫോർജിങ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ്: നെയിൽസ്, ബോൾട്സ്, സ്പാനർ, ക്രെയിൻ ഹുക്ക്, ആക്സിൽ, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്. ഇതൊക്കെയാണ് ഫോർജിങ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ്. അടുത്തത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡൈസ് യൂസ്ഡ് ഫോർ ഫോർജിങ്. ഓക്കെ, ഫോർജിങ് രണ്ട് രീതി ചെയ്യുക. ഓപ്പൺ ഡൈ ഫോർജിങ്ങും ഉണ്ട്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും ഉണ്ട്. അതിൽ ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ ഉപയോഗിക്കുന്ന ഡൈയുടെ ഷേപ്പ് എന്താണ്? ഒരു ഫ്ലാറ്റ് ഷേപ്പായിട്ടുള്ള ഡൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ വർക്ക് പീസിന് റിക്വയർഡ് ചേഞ്ചസ് വരുത്തും. ഓക്കെ, ആ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും, വീണ്ടും കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് അവിടെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സിമ്പിളായിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ ഓപ്പൺ ഡൈ ഫോർജിങ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ഒന്നും ഓപ്പൺ ഡൈ ഫോർജിങ് വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അതിൽ സെക്കൻഡ് വണ്ണാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ കണ്ടാൽ ഓപ്പൺ ഡൈ ഫോർജിങ്ങും ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും തമ്മിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ക്ലോസ്ഡ് ഡൈ, ആ ഡൈയുടെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ഫൈനൽ ഷേപ്പിന് അത് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളെ വർക്ക് പീസ് എന്ത് ചെയ്യും? ആ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഷേപ്പ്, ഓക്കെ, അതിൻ്റെ എല്ലാ സ്ഥലത്തോട്ടും മെറ്റീരിയൽ ഫ്ലോ ചെയ്തിട്ട് ആ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ ആണോ? ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് വഴി കോംപ്ലിക്കേറ്റഡ് ഷേപ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ ഒരിക്കലും ആ കോംപ്ലിക്കേറ്റഡ് ഷേപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല. ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൽ എന്താണ്? നമുക്ക് റിക്വയർഡ് ഡൈക്ക് ഷേപ്പാക്കി കഴിഞ്ഞാൽ ആ ഷേപ്പിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ടോപ്പിക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഹാൻഡ് ഫോർജിങ് ആണ്. ഹാൻഡ് ഫോർജിങ് എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ ഫോർജിങ് ഓപ്പറേഷൻസ് ആണ്. അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ബ്ലാക്ക് സ്മിത്ത് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ നോർമലി കണ്ടിട്ടുണ്ടാവും. ബ്ലാക്ക് സ്മിത്ത് ചെയ്യുന്ന ഓപ്പറേഷൻസൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും? ഓപ്പൺ ഫയറിലിട്ടിട്ട് നമ്മളെ മെറ്റലിനെ ഹീറ്റ് ചെയ്യും. അതിനുശേഷം ഹാമേഴ്സ് പോലുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൻ്റെ റിക്വയർഡ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഹാൻഡ് ഫോർജിങ്. ഓക്കെ, ഈ ഹാൻഡ് ഫോർജിങ് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റേഴ്സ് സ്കിൽഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഹാൻഡ് ഫോർജിങ് ചെയ്തിട്ട് റിക്വയർഡ് ഷേപ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനാവുള്ളൂ. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഫോർജിങ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ ഡ്രോപ്പ് ഫോർജിങ് ആണ്. ഡ്രോപ്പ് ഫോർജിങ്ങിൻ്റെ ഡെഫിനേഷൻ നോക്കിയാൽ ദിസ് ഓപ്പറേഷൻ ഈസ് യൂഷ്വലി ഡൺ ഇൻ ക്ലോസ്ഡ് ഇംപ്രഷൻ ഡൈസ് ആൻഡ് ദ ഫോഴ്സ് ഫോർ ഷേപ്പിംഗ് ദ കമ്പോണൻറ്റ് ഈസ് അപ്ലൈഡ് ഇൻ സീരീസ് ഓഫ് ബ്ലോ ബൈ യൂസിങ് ഡ്രോപ്പ്
ഹാമേഴ്സ്. ഓക്കെ, ഇതിൽ ഈ പ്രോസസ്സ് മാസ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ഈ കമ്പോണൻസ് ഒക്കെ നോക്കിയാൽ ലോവർ ഡൈ ഇവിടെയുണ്ട്, അതേമാതിരി അപ്പർ ഡൈ ഉണ്ട്, അല്ല റാം അല്ലെങ്കിൽ ഹാമർ ഉണ്ട്. ഓക്കെ, ഇതിലാണ് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ യെല്ലോ കളറിൽ വർക്ക് പീസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യും, ഈ ലോവർ ഡൈ എവിടെ ഫിക്സഡ് ആയിരിക്കും, ഈ അപ്പർ ഡൈ എന്താണ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വർക്ക് പീസിൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യും, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ആ വർക്ക് പീസിന് ഫൈനൽ ഷേപ്പ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യും, ഇതിന് ഇത് ഹാമർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻ്റർമീഡിയൻ്റായി റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഹാമർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഡ്രോപ്പ് ഫോർജിങ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ക്ലോസ്ഡ് ഡൈസാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഓപ്പൺ ഡൈസ് വെച്ചിട്ടും ഡ്രോപ്പ് ഫോർജിങ് ചെയ്യുക. മെജോറിറ്റിയും ക്ലോസ്ഡ് ഡൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് പ്രസ് ഫോർജിങ്. ഓക്കെ, പ്രസ് ഫോർജിങ്ങും ഡ്രോപ്പ് ഫോർജിങ്ങിനും സിമിലർ ആണ്, പക്ഷേ ഇല്ല ഡിഫറൻസ് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, ഡ്രോപ്പ് ഫോർജിങ് അത് തൊട്ട് മുമ്പ് പറഞ്ഞാൽ എങ്ങനെ ചെയ്തത്, ഫോഴ്സ് ഇൻ്റർമിറ്റൻ്റായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, അതാണ് ഡ്രോപ്പ് ഫോർജിങ്ങിൽ. ഇവിടെ എന്താണ്, ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആ ഫിഗർ നോക്കിയാൽ അങ്ങനെ മനസ്സിലാവും. എന്ത് ചെയ്യും, ഈ റാമിൻ്റെ ടോപ്പിലോട്ടായിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യും, ഈ റാം ടോപ്പിൽ നിന്ന് മുകളിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഏതുവരെ മൂവ് ചെയ്യും, ആ മെറ്റലിന് റിക്വയർഡ് ഷേപ്പ് കിട്ടുന്നവരെ റാം ടോപ്പ് ടു ബോട്ടം ഒറ്റ കംപ്രഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ ആണോ, അല്ലാതെ മുമ്പ് ചെയ്ത മാതിരി റാം തിരിച്ച് മുകളിലോട്ട് പോയിട്ട് ആദ്യം വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഫ്ലൂയിഡ് ഇവിടത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും, ആ റാമിനെ താഴോട്ട് തള്ളിയിട്ട് മെറ്റലിന് റിക്വയർഡ് ഷേപ്പ് കിട്ടുന്നവരെ റാം എന്ത് ചെയ്യും, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇതെന്താണ്, ഡ്രോപ്പ് ഫോർജിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പ്രൊഡക്റ്റ് കിട്ടും. ഇതും ഒരു മാസ് പ്രൊഡക്ഷൻ ടെക്നിക്കാണ്. അടുത്ത നോക്കാനിലെ ബേസിക് ഫോർജിങ് ഓപ്പറേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ അപ്സെറ്റിംഗ്. അപ്സെറ്റിങ്ങിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ തിക്നെസ് ഓർ ഡയമീറ്റർ ഓഫ് സ്റ്റോക്ക് at any desired portion at the expense of its length. മീൻസ് അപ്സെറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എന്ത് കൂട്ടും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടും, ആര് കുറയും, ലെങ്ത്ത് കുറയും. ഈ ഫിഗർ നോക്കിയാൽ ഇതങ്ങനെ അപ്സെറ്റിംഗ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫസ്റ്റത്തെ കമ്പോണൻ്റെ മുകളിൽ ഞാൻ ആക്സിയൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ സംഭവിക്കും, ഇതിൻ്റെ ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യും, ആര് കൂടും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും. അത് തന്നെയാണ് ബേസിക് അപ്സെറ്റിംഗ് ഓപ്പറേഷൻ. എവിടെയാണോ അപ്സെറ്റ് ചെയ്യേണ്ടത് ആ ഏരിയ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്തിട്ട് ആക്സിയൽ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഹാമർ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഹാമർ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യും. അതാണ് അപ്സെറ്റിംഗ്. അപ്സെറ്റിംഗ് വെച്ചാൽ ഒന്നുമില്ല, സിംപ്ലി ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും, ലെങ്ത്ത് കുറയും. അതാണ് അപ്സെറ്റിംഗ് ഓപ്പറേഷൻ. അടുത്ത ഓപ്പറേഷനാണ് ഡ്രോയിങ് ഡൗൺ. അവിടെ എന്താ ചെയ്യുന്നത്, ആര് കുറയും, റെഡ്യൂസിങ് ദ തിക്നെസ് ഓഫ് ദ സ്റ്റോക്ക് ബൈ ഇൻക്രീസിങ് ദ ലെങ്ത്. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഈ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ലെങ്ത്ത് ഈ ഡയറക്ഷനിൽ കൂടിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ തിക്നെസ് എന്ത് സംഭവിച്ചു, റെഡ്യൂസ് ചെയ്തു. അതാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. ഇനി എന്താ ചെയ്യുന്നുണ്ടാവുക, കുറച്ചും കൂടി ഇപ്പുറത്തെ ഒരു പോർഷനിൽ വെച്ചിട്ട് സെയിം ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അതാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. അടുത്ത ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഫുള്ളറിങ്. ഫുള്ളറിങ്ങിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് റെഡ്യൂസിങ് ദ സ്റ്റോക്ക് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദി സ്റ്റോക്ക് അറ്റ് എ സെൻട്രൽ പ്ലെയിൻ സോ ആസ് ടു ഇൻക്രീസ് ദ ലെങ്ത്. ഇവിടെ ഓപ്പറേഷൻ എവിടെയാണ് ചെയ്യുന്നത്, ബിറ്റ്വീൻ ടു എൻഡ്സ് ആണ്. ഇത് ഒരു എൻഡും ഇത് അടുത്ത എൻഡും ആണെങ്കിലോ ആ രണ്ട് എൻഡിൻ്റെയും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫുള്ളറിങ് ഓപ്പറേഷൻ. ആ ഒരു റീജിയണിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ തിക്നെസ് കുറച്ചിട്ട് ലെങ്ത്ത് കൂട്ടും. ഓക്കെ, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും, തിക്നെസ് കുറയും ചെയ്യും. ഫുള്ളറിങ് ഓപ്പറേഷന് ശേഷമുള്ള പ്രോഡക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫുള്ളറിങ് ഓപ്പറേഷൻ എൻഡിലല്ല ചെയ്യുന്നത്, സെൻട്രൽ പോർഷനിലാണ്, ബിറ്റ്വീൻ ദി എൻഡ്സ് ആണ്
ഫുള്ളറിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ ബെൻഡിങ്. ബെൻഡിങ് പറഞ്ഞ ഓപ്പറേഷൻ ആ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും, അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ഓപ്പറേഷൻ ബൈ വിച്ച് ബാർസ് ആൻഡ് റോഡ്സ് ആർ ബെൻഡ് ടു ഫോം റിംഗ്, ഹുക്സ് എക്സെട്ര. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഹാമർ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും, ബെൻഡ് ആവുന്നത്. അഗെയിൻ ഹാമർ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ റൗണ്ട് ഷേപ്പിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്തുണ്ടാവും, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റെക്യൂർഡ് ഹുക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ബെൻഡിങ് ഓപ്പറേഷൻ. അടുത്ത ഓപ്പറേഷൻ സ്വേജിങ്. ഓക്കെ, സ്വേജിങ് ഈസ് ദി ഓപ്പറേഷൻ ബൈ വിച്ച് റിക്വയർഡ് ക്രോസ് സെക്ഷണൽ ഷേപ്പ് ഈസ് ഒബ്റ്റൈൻഡ്. ഓക്കെ, നമ്മളെ വർക്ക് പീസിനൊക്കെ ചിലപ്പോൾ റൗണ്ട് ക്രോസ് സെക്ഷൻ വേണ്ടുന്ന സ്ഥലങ്ങളുണ്ടാവും, റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ വേണ്ടുന്ന സ്ഥലങ്ങളുണ്ടാവും. ഓക്കെ, അതിന് പ്രൊപ്പോർഷണലായിട്ട് ആ ക്രോസ് സെക്ഷണൽ ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് സ്വേജിങ്. അതിന് ബോട്ടം സ്റ്റേജും ഉണ്ട്, ടോപ്പ് സ്റ്റേജും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ കമ്പോണൻറ്റ് ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ രണ്ട് ഹാഫിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഞാൻ നമ്മളെ വർക്ക് പീസ് കൊണ്ടുവെക്കും, അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ ഹാമർ ചെയ്യും. ആ സമയത്ത് എന്ത് സംഭവിക്കും, ഇതിൻ്റെ ആ സർക്കുലർ ഷേപ്പ്, ഇവിടെ സർക്കുലർ ആണ്, അതിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യും, ആ വർക്ക് പീസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് പോകും. അതാണ് സ്വേജിങ് ചെയ്യുന്നത്. റിക്വയർഡ് ക്രോസ് സെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണ്, രണ്ടും ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും, സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും സ്വേജിങ് ഓപ്പറേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്തത് ഫോർജ് വെൽഡിങ്. ഇതൊരു പ്രഷർ വെൽഡിങ് പ്രോസസ്സാണ് ഫോർജ് വെൽഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം ചെയ്യുന്ന കാര്യം വെൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള പാർട്സ് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. മീൻസ് എബവ് 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെ ഹീറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, അതിൻ്റെ ആ ജോയിൻ ചെയ്യേണ്ട രണ്ട് പാർട്സ് അപ്സെറ്റ് ചെയ്യും. മീൻസ് ഇവിടെ എന്ത് ചെയ്തു, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് അപ്സെറ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ആ സർഫസിൽ ഈ ഒരു ഷേപ്പ് ഒരു ക്ലഫ്റ്റ് ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, രണ്ടും അലൈൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അലൈൻമെൻറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രഷർ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഫോർജ് വെൽഡിങ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂൾ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ ഒരു വെൽഡഡ് ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ പഞ്ചിങ്. പഞ്ചിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ പഞ്ച് ഈസ് ഫോഴ്സ്ഡ് ത്രൂ ദി ജോബ് ടു പ്രൊഡ്യൂസ് എ ഹോൾ. ഒരു ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പഞ്ചിങ് എന്ന് വെച്ചാൽ. അതിനെന്ത് ചെയ്യും, ആദ്യം ആ മെറ്റൽ ഹീറ്റ് ചെയ്തിട്ട് ആ ബ്ലോക്കിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ബ്ലോക്കിൽ ഒരു ഹോൾ ഉണ്ടാവും. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഹോളിനെക്കാട്ടിയും സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഹൈ പ്രഷറിൽ ഈ പഞ്ച് പാസ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ആ ഹോളിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യും, മെറ്റീരിയൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. നമ്മുടെ വർക്ക് പീസിൽ റിക്വയർഡ് ഹോള് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ പഞ്ചിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഹോള് പാസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചു, ആ റീജിയനിലെ മെറ്റൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് പോയി. ഓക്കെ, ഹോൾ പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പഞ്ചിങ്. അടുത്ത ലാസ്റ്റ് ഓപ്പറേഷൻ ഡ്രിഫ്റ്റിംഗ് എന്ന് പറയും. ഡ്രിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ ഡയമീറ്റർ ഓഫ് എ പഞ്ച്ഡ് ഹോൾ. ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല ഡ്രിഫ്റ്റിംഗ്. ഡ്രിഫ്റ്റിങ്ങിൽ എന്ത് ചെയ്താൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഹോളിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഡ്രിഫ്റ്റിംഗ് ചെയ്യുന്നത്. ഡ്രിഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനൊരു ടാപ്പേർഡ് എൻഡ് ഉണ്ട്. ഈസി ആയിട്ട് ആ ഹോളിലോട്ട് ആദ്യം പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ടാപ്പേർഡ് എൻഡ് ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും, ആ ഡ്രിഫ്റ്റ് എന്ത് ചെയ്യും, ആ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഹോളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഹോളിൻ്റെ ഡയമീറ്റർ കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ.